മാത്യക്കുഴൽ നാടൻ സർക്കാർ ഭൂമി കയ്യേറിയെന്ന വിജിലൻസ് കണ്ടെത്തൽ ശരിവെച്ച റവന്യൂ വിഭാഗം. ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ ജില്ലാ കളക്ടർക്കാണ് റിപ്പോർട്ട് കൈമാറിയത്. മാത്യുവിന്റെ ഭൂമിയിൽ സർക്കാർ ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് റവന്യൂ വിഭാഗം. സുബിൻ തോമസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സുബിൻ, എന്തായാലും മാത്യക്കുഴൽ നാടിന് കുരുക്ക് മുറുകയാണ്, വിശദാംശങ്ങൾ. പ്രധാനമായും മാത്യു കുഴൽനാടന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ ശരിയാണ് എന്നാണ് നിലവിൽ വ്യക്തമാകുന്നത്. ഈ മാത്യു കുഴൽനാടൻ സർക്കാർ ഭൂമി കയ്യേറിയെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരുന്നത്. ഏകദേശം 50 സെന്റോളം സ്ഥലം കയ്യേറി മതിൽ നിർമ്മിച്ചു, ആ സ്ഥലത്ത് മതിൽ വരെ നിർമ്മിച്ചു എന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഇത് സാധൂകരിക്കത്തക്ക വിധത്തിലാണ് നിലവിൽ ഇപ്പോൾ ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഈ മാത്യുവിന്റെ ഭൂമിയിൽ പട്ടയത്തിലുള്ളതിനേക്കാൾ 50 സെന്റ് അധിക ഭൂമിയുണ്ട്. ഇത് സർക്കാർ മിച്ച ഭൂമിയാണ്. മാത്യുവിന്റെ ഭൂമിയിൽ ആ ഒരു ഭൂമി തിരിച്ചു പിടിക്കുന്നതിന് വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. കൂടാതെ ഈ വില്ലേജ് സർവേയർ സ്ഥലം അളന്ന ഘട്ടത്തിലാണ് ഈ സർക്കാർ ഭൂമി കണ്ടെത്തിയതും എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനമായും കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ റിസോർട്ട് ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് വിജിലൻസ് മാത്യു കുഴൽനാടനെ നേരിട്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചോദ്യങ്ങളെല്ലാം ഉന്നയിച്ചപ്പോഴെല്ലാം തന്നെ ഈ കയ്യേറ്റമുണ്ടെങ്കിൽ അതിൽ സർക്കാർ നടപടി സ്വീകരിക്കട്ടെ എന്നൊരു നിലപാടാണ് മാത്യു കുഴൽനാടൻ സ്വീകരിച്ചത്. തനിക്ക് ലഭിക്കുമ്പോൾ, താൻ ഈ സ്ഥലം മേടിക്കുമ്പോൾ ഇത്രത്തോളം ആ ഒരു റിസോർട്ട് ഉൾപ്പെടെ അത്ര സ്ഥലമാണ് തനിക്ക് ലഭിച്ചത്. അത് മുൻ ഉടമ തനിക്ക് നൽകിയതാണ്. അതിൽ കയ്യേറ്റം നടന്നിട്ടുണ്ടോ എന്ന കാര്യം തനിക്ക് അറിയില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞത്. എന്നാൽ മാത്യു കുഴൽനാടന് വ്യക്തമായി ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അറിയാമായിരുന്നു എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് വിജിലൻസ് ഉള്ളത്. അതായത് 2008 ഒരു മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട സ്ഥലമാണ് മാത്യു കുഴൽനാടൻ വാങ്ങിച്ച റിസോർട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം എന്നുള്ളത്. അതിൽ ആ ഒരു മിച്ചഭൂമിയായി കിടന്നതിൽ 50 സെന്റോളം സ്ഥലമാണ് ഇത്തരത്തിൽ കയ്യേറ്റം നടന്നിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഈ ഒരു വ്യവഹാരം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു കൈമാറ്റം നടക്കുമ്പോൾ വില്ലേജ് ഓഫീസർ ഈ ഒരു ചട്ടങ്ങൾ മറികടന്ന് ഈ ഭൂമി പോക്കുവരവ് ചെയ്ത് കൊടുത്തു എന്നുള്ള ഒരു കണ്ടെത്തലും വിജിലൻസ് എന്തായാലും നടത്തിയിട്ടുണ്ട്. എന്തായാലും മാത്യു കുഴൽനാടൻ ഈ ഒരു റിസോർട്ടുമായി ബന്ധപ്പെട്ട് 50 സെന്റോളം സ്ഥലം ഇതുമായി ബന്ധപ്പെട്ട് ഈ കയ്യേറ്റം നടന്നിട്ടുണ്ട് എന്നൊരു കണ്ടെത്തൽ അത് സ്ഥിരീകരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ റവന്യൂ വകുപ്പ്. ശരി സുബിൻ.